കരയിലെ കാര്യം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നദിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഇതായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അതായത് ഇത് നദിയിലുണ്ട് എങ്കിൽ ഇത് ഫുൾ ഓഫ് വുഡ് കട്ട്, അതായത് കട്ട് വുഡാണ്. അതായത് ഒരു പെർട്ടിക്കുലർ സൈസിൽ ഉള്ള തടി ആയിരിക്കുമല്ലോ സാധാരണഗതിയിൽ ഇത് ലോഡ് ചെയ്ത് ടൈറ്റായിട്ട് ഫുൾ ലോഡായിരിക്കും. അപ്പോൾ അത് ഈ ഇത്രയും ആഘാതത്തിൽ അത് അഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 വുഡ് പീസെങ്കിലും നദിയിലൂടെ ഒഴുകി നടക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടേണ്ടതാണ്. അതൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുമാനം എന്തെന്ന് ചോദിച്ചാൽ അത് സ്കിഡായി നല്ല ഫോഴ്സിൽ സൈഡിലോട്ട് പുഷ് ചെയ്ത് അത് റിവറിൽ തന്നെ അവിടെ തന്നെ ഇതായിട്ട് അതിനുശേഷം അത് മേളിലോട്ട് വീണ്ടും മണ്ണ് വന്ന് അങ്ങനെ അത് മണ്ണിനടിയിൽ തന്നെ അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഡിപ്പോസിറ്റ് കൂടി അത് ആ ഡെബ്രി മേളിൽ വരെ വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ആംഗിളിൽ അവർ നേവി വന്നു. നേവിക്ക് സ്കൂബ ഡൈവേഴ്സിന് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് വിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഈ അവിടുത്തെ മണ്ണും ചെളിയും കൂടുള്ള വെള്ളത്തിന്റെ ഒഴുക്ക്. പക്ഷേ ഇന്ന് കുറച്ചുകൂടി ക്ലിയർ ആയിരുന്നു റിവർ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്കൂബ ഡൈവേഴ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അത് മാറ്റാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അത്യാധുനികമായിട്ടുള്ള മെഷീനറിയുടെ ആ ഒരു ഇതൊന്നും അല്ല അതിനകത്ത് വരേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് ഈ ആലപ്പുഴയിലൊക്കെ കടത്തൊക്കെ ഈ പാലങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് കടത്ത് എങ്ങനെയാണ് 2-3 വള്ളം മാത്രം വെച്ച് കെട്ടി മോട്ടറും വെച്ചിട്ട് അതേലാണ് ട്രക്കും ലോറിയും വരെ കയറ്റി അപ്പുറത്ത് കടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു സംവിധാനം, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് JCB ചെറിയത് അതിൽ ലോഡ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അടിയൊഴുക്കൊണ്ട് അപ്പോൾ സൈഡിൽ ടൈ ചെയ്യണം. അതായത് അത് കെട്ടിവെക്കണം എല്ലാ 2 സൈഡ് 4 സൈഡിലും. എന്നിട്ട് സ്റ്റാറ്റിക്കായിട്ട് നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തിയിട്ട് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പം. കാര്യം അവിടെ ഇളക്കി ആ മൺകൂനെ ഇളക്കി ഒന്ന് ചെക്ക് ചെയ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതറിയാൻ പറ്റും. അത് പ്രത്യേകിച്ചിട്ട് അതൊക്കെ ആദ്യമേ തന്നെ ചെയ്യേണ്ട ഓരോ കാര്യമാണ്. പക്ഷേ നമ്മുടെ കോൺസെൻട്രേഷൻ മൊത്തം ഈ സൈഡിലോട്ടായി. അവർ ഈ ഇതിൽ നേവി സ്കൂബ ഡൈവിങ്ങിനെ ഇറക്കി അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ നമുക്കറിയുന്നത്. പക്ഷേ നമ്മുടെ മെയിൻ ഫോക്കസ് ഈ സൈഡിലോട്ടായി എന്നുള്ളത് ശരിക്കും ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. കാര്യം അത് ആദ്യം മുതൽ തന്നെ തുടക്കം പിഴച്ചപ്പോൾ ബാക്കി എല്ലാം പിഴച്ചു എന്ന് വേണം നമുക്കിതിനെ ഈ ഓപ്പറേഷനെ ഡോക്ടർ മോഹൻ ബഗാൻ എന്ന് പറയാം.